ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. അയ്യോ 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 അമ്മേ ഞാൻ പേടിച്ചോടി. എന്താ അമ്മൂമ്മ? എടാ, ആരെങ്കിലും എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ അവരുടെ പുറത്ത്, അതല്ലെന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത്. മര്യാദയ്ക്ക് എവിടെയെങ്കിലും ചെന്നിരുന്ന് കുത്തിയിരുന്ന് കളിക്കാൻ പറഞ്ഞാൽ ഇതുങ്ങൾ രണ്ടും കേൾക്കത്തില്ല. ഓ, എനിക്ക് വയ്യ അങ്ങ്. അമ്മൂമ്മക്ക് ശരിക്കും ഒറിജിനലായിട്ട് വയ്യാതായാ? അമ്മൂമ്മ കടപ്പിലായി. ആ, അമ്മൂമ്മ കൊന്ന്. കളിച്ച് കളിച്ച് കളി കാര്യമായോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആശുപത്രി പോയതാ ഇപ്പൊ പ്രശ്നമായത്. അയ്യോ 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 അമ്മൂമ്മ, അപ്പൊ പിന്നെ അത് ഭയങ്കര പ്രശ്നമാവുമല്ലോ. എന്തോന്ന് പ്രശ്നം? ഞാൻ ലച്ചുവിനെ പേടിച്ച് എവിടെ വന്ന് കിടക്കുന്നത്. അവിടെ ഒരു പോഷകാഹാരം. എൻ്റെ അമ്മൂമ്മ സ്നേഹം കൊണ്ടല്ലേ. അമ്മക്ക് ചേച്ചിയുടെ സ്വഭാവം അറിയാലോ. സ്നേഹിച്ചങ്ങ് കൊല്ലും. ഇനി എങ്ങാനും ഇടം തിരിഞ്ഞ പിന്നെ നരിച്ചു കയറി ഭിത്തി കയറ്റും നമ്മളെ. പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. പ്രത്യേകിച്ച് ചേച്ചി ഫുഡ് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റിച്ചു കൊല്ലും. അതൊന്നുമല്ല, അലമ്പായി കഴിഞ്ഞാ ചേച്ചി അമ്മൂമ്മയെക്കാട്ടിലും അലമ്പാണ്. കാര്യം ചേച്ചി എന്താ ചേച്ചി അറിഞ്ഞാ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം. എങ്ങനെ ക്ഷീണം ഇല്ലാതിരിക്കും? എന്റെ അമ്മൂമ്മ മനുഷ്യ ശരീരത്തിന്റെ മുക്കിലും മൂലയിലും എത്തേണ്ട ഇന്ധനമാണ് രക്തം. അതിന്റെ കുറവാണ് അമ്മൂമ്മയ്ക്കുള്ളത്. അത് കൂട്ടാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. ചെല്ലു നോക്ക്. ഓ, സമാധാനമായി. എടാ കേശു, ലച്ചുവിന്റെ കൺമുന്നിൽ മാറി നിൽക്കാൻ എന്താ ഒരു വഴി? ചേച്ചി ഉടുമ്പാണ്, ഉടുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയൊന്നും വിടൂല. അല്ലെങ്കിൽ തന്നെ അമ്മമ്മക്ക് എന്തോ ഭക്ഷണം കഴിയാൻ ഇത്ര മടി. നല്ല സാധനങ്ങളല്ലേ തരുന്നേ? എന്തോ കഴിച്ച പ്രശ്നം? കഴിച്ചാൽ എന്തോ പ്രശ്നമെന്നോ? അതെ, നമ്മൾ ശീലിച്ചു വന്ന ചില രീതികളൊക്കെ ഉണ്ട്. അത് മാറ്റിയിട്ട് പെട്ടെന്ന് ഈ ആഹാരത്തിലോട്ടൊന്നും പാനൊന്നും പറ്റത്തില്ല. നമുക്ക് നല്ല കഞ്ഞി, ചമ്മന്തിയും ചുട്ട പപ്പടവും ഒക്കെ കുടിക്കും. ആ കുടിക്കുന്നിടത്ത് കൊണ്ടുവന്നും ഇറച്ചിയും മീനും മുട്ടയും പിന്നെ പ്രോട്ടീനും ക്രീറ്റീനും ഒക്കെ കൊണ്ട് തന്നാൽ പറ്റുമോ? അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്. നാളെ രാവിലെ തൊട്ടിട്ട് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് കേട്ടോ. അയ്യോ, വഴുവഴാന്നിരിക്കുന്ന ഓട്സോ. അയ്യോ, എനിക്കത് കഴിക്കാനേ പറ്റത്തില്ല. അത് കഴിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ലച്ചു ചേച്ചി പിള്ളേരെ ഊട്ടിക്കൂല. അതേപോലെ സ്പൂണി കുരി കുരി കുടി കുടി കുത്തി കയറ്റും. എനിക്കത് ഇഷ്ടമേ അല്ല. എന്നാ രക്തം കൂട്ടാനുള്ള ഐറ്റം മാതളത്തിന്റെ ജ്യൂസാ. പഞ്ചസാര പോലും ഇടാത്ത നല്ല ഫ്രഷ് ജ്യൂസ്. ഇതെന്തോ ഇത് ഭയങ്കര കട്ടിയാന്നല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുടിച്ചേ. കുടിക്ക്. ഞാൻ പിന്നെ കുടിച്ചു. ഓരോ പിന്നെ ഇതപ്പോ അങ്ങ് കുടിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മാതളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ തരാം. എവിടെ മാറ്റി വെച്ചേക്കണം? ഈ എവിടെ സേഫായിട്ട് വെച്ചേക്കണോ? ഫ്രിഡ്ജ് വെച്ചേക്കണോ? മൂട്ടയ്ക്ക് വെച്ച് എവിടെ വെച്ചേക്കുവാണോ ചോദിക്കാലോ. കൂടുതൽ ഇങ്ങനെ ചോദ്യമൊന്നും വേണ്ട, അത് കുടിച്ചേ. കുടിക്ക്. കേശുവേ, ഒരു കമ്പെടുത്ത് കൊണ്ടുവന്നേ. ആ, ഓക്കെ. ഇല്ല, ഞാൻ കുടിക്കാം. പകുതി കേശു കൊടുക്കട്ടെ? ഓ, മര്യാദയ്ക്ക് കുടിച്ചോളണം. അവരത് കേൾക്കാൻ കാത്തിരിക്കുക. അമ്മൂമ്മയുടെ രക്തമൊക്കെ ഞാൻ കൂട്ടിത്തരാം. കുടിക്ക് കുടിക്ക് കുടിക്ക്.